കണ്ണൂർ ഡെന്റൽ കോളേജിലെ ഒന്നാം വർഷ BDS വിദ്യാർത്ഥിയായ RN നിതിൻ രാജിന്റെ മരണം കൊലപാതകത്തിന് തുല്യമായ പീഡനത്തിന്റെ ഫലമാണെന്ന് ദളിത് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി ആരോപിച്ചു. മുൻ മുനിസിപ്പൽ ചെയർമാൻ KP ബാബു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലത്ത് സംഘടിപ്പിച്ച 135ാം അംബേദ്കർ ജയന്തി അനുസ്മരണ സമ്മേളനത്തിൽ ദളിതരെയും പിന്നോക്ക വിഭാഗങ്ങളെയും സംരക്ഷിക്കുമെന്ന വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കുകളായി മാറിയിരിക്കുകയാണെന്ന് ദളിത് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി ആരോപിച്ചു. രാജ്യം നിലനിൽക്കുന്നത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭരണഘടനയിലാണെന്നും അതിന്റെ ശില്പിയായ BR അംബേദ്കറിനെ എക്കാലവും സ്മരിക്കേണ്ടതുണ്ടെന്നും സമ്മേളനം അഭിപ്രായപ്പെട്ടു. മുൻ മുനിസിപ്പൽ ചെയർമാൻ KP ബാബു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിവിധ ഭാഷ, സംസ്കാരം, മതം എല്ലാം ഒരു ചാനലിൽ കോർത്തിണക്കിയ ഒരു ഭരണഘടന ഉണ്ടാക്കിയ മഹാനായ അംബേദ്കറുടെ ജന്മദിനത്തിൽ അദ്ദേഹത്തെ ഓർമ്മിക്കുകയും അദ്ദേഹത്തിൻ്റെ പാദത്തിലൂടെയുള്ള നമ്മുടെ നാട്ടിലെ നല്ലവരായ ആൾക്കാർക്ക് വീണ്ടും അംബേദ്കറുടെ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് നിതീഷിനോട് പ്രാർത്ഥിക്കുന്നതിന്റെ വാർത്ത. ദളിത് കോൺഗ്രസ് കോതമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് AT ലൈജു അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ ഷമീർ പനക്കൻ, ബാബു ഏലിയാസ്, അബു മൈദീൻ, MS എൽദോസ്, PC ജോർജ്, പീറ്റർ മാത്യു, ജോർജ് വർഗീസ്, സത്താർ വട്ടക്കുടി, ജയൻ കുട്ടമ്പുഴ, KE കാസിം, അനിൽ രാമൻ നായർ, ബേബി സേവ്യർ തുടങ്ങിയ ഒട്ടേറെ പേർ യോഗത്തിൽ സംസാരിച്ചു. വടാട്ടുപാറയിൽ നടന്ന അംബേദ്കർ ജന്മദിന ആചരണത്തിൽ സ്വാഗത സംഘം കൺവീനർ ചാക്കോ ജോൺ അധ്യക്ഷത വഹിച്ചു. ഷിജോമോൻ ജോസഫ് സ്വാഗതവും റെജി KS നന്ദിയും പറഞ്ഞു. ബെന്നി സാമുവൽ, PT സജി, ജിജോ രാജ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.